ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിൽ പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ പണം, അതായത് വക്കീൽ ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചതിന് പാരിതോഷികമായിട്ട് 2 ലക്ഷം രൂപ നൽകുന്നുണ്ടല്ലേ. ആ ഒരു പണം ശ്രുതി മോഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിവരങ്ങളൊന്നും തന്നെ അറിയാതെ ചന്ദ്രയും ഭാമയും അടിച്ചു പൊളിച്ച് ബിരിയാണിയെ കഴിച്ചത് ആഘോഷമാക്കി തീർക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രേവതിയുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, ചന്ദ്ര എന്നാണോ ഈ ഒരു പണം ആവശ്യപ്പെടുന്നത് അതേ ദിവസം രാവിലെ തന്നെ ഭാമയ്ക്ക് പൂക്കൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രേവതി ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടല്ലേ. എവിടെ വെച്ച് രേവതിയെ കണ്ടാലും ഒന്ന് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പണി ഏൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് സമാധാനമില്ല. അതുകൊണ്ട് തന്നെ ഭാമയുടെ വീട്ടിലേക്ക് രേവതി വരുന്നത് കാണുമ്പോൾ തന്നെ രേവതിയെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഭാമയുടെ ടെറസിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തുണിയും കൂടി രേവതിനെ കൊണ്ട് എടുത്തു വെപ്പിക്കുന്നുണ്ട്. രേവതി പോയതിന്റെ തൊട്ട് പിന്നാലെയാണ് ഈ ഒരു പണം നഷ്ടപ്പെട്ടു എന്ന കാര്യം ചന്ദ്ര അറിയുന്നത് കേട്ടോ. ചന്ദ്ര കുറ്റപ്പെടുത്തുന്ന വെച്ചാൽ രേവതിയാണ്. കാരണം രേവതിയാണ് അന്നേ ദിവസം കാലത്ത് വന്നത്. അത് മാത്രമല്ല, രേവതിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കള്ള കുടുംബമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ തലയ്ക്ക് തന്നെ ഒരു കുറ്റം നമ്മുടെ ചന്ദ്ര ചാർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് താൻ ഫോണിലേക്ക് മിസ് കോൾ അടിക്കും. ആ ഒരു സമയം തന്നെ നീ എന്നെ തിരിച്ചു വിളിക്കണം എന്നൊരു ആവശ്യം കൂടി ചന്ദ്ര പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഭാമയുടെ ഫോണിലേക്കായിട്ട് ചന്ദ്ര മിസ് കോൾ അടിക്കുകയും ചന്ദ്ര ഫോണിലേക്ക് തിരിച്ചു വിളിച്ചതിന് ശേഷം ഭാമ പറയുന്നു എന്ന രീതിക്ക് തന്നെ രേവതി തന്നെയാണ് മോഷ്ടിച്ചത് എന്ന രീതിക്ക് രേവതിയുടെ തലയിലേക്കായിട്ട് ഈ ഒരു മോഷണ ശ്രമം ചന്ദ്ര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ തന്നെ കൃത്യസമയം തന്നെ സച്ചിയും രവിയും എല്ലാം തന്നെ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ നേരം വരുമ്പോൾ തന്നെ ഭാമയുടെ വീട്ടിലേക്ക് സച്ചി എന്നതിന് ശേഷം ഈ ഒരു സത്യാവസ്ഥ, അതായത് ചന്ദ്രയ്ക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയതെന്നും പണം മോഷണം പോയത് ചന്ദ്രയുടേതാണെന്നെല്ലാം തന്നെ സച്ചി അറിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒരു വിവരം പറയുന്നുണ്ട്. ഈ വിവരം പറയുന്നതിൻ്റെ ഉടനെ തന്നെ രവിക്ക് ദേഷ്യം അടക്കാൻ രവി ഒരുപാട് ചന്ദ്രയെ വഴക്ക് പറയുന്നത് കൂടി തന്നെ പറയാണ് 5 ലക്ഷം രൂപ ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രേവതി സച്ചി ഒരുപാട് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് നീ 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലാകുന്നുണ്ട് കേട്ടോ. അമ്പിനും വില്ലിനടുക്കില്ല എന്നിരിക്കും ചന്ദ്ര പെരുമാറപ്പോഴത്തേക്കും അതൊന്നും എനിക്ക് അറിയേണ്ട, ചന്ദ്ര നീ തന്നെ ഈ ഒരു പണം ഒപ്പിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മുടെ സച്ചിയായിട്ട് തന്നെ എല്ലാവരും ഇട്ട് പറയുന്നത്, എന്തായാലും രേവതിയുടെ തലയിലേക്ക് വീണ കുറ്റമാണ്, രേവതി അല്ലെങ്കിൽ മോഷ്ടിച്ചത് എന്ന് ഇനി തെളിയിക്കണമെന്നാണെങ്കിൽ ആര് പണം മോഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്നൊക്കെ കൃത്യമായി തന്നെ അറിയണം. അതിനുവേണ്ടി നമുക്ക് പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് നൽകാമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്തെ തന്നെ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. തന്നെ സച്ചി ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ താനാണ് പണം മോഷ്ടിച്ചതെന്നുള്ള വിവരം എല്ലാവരും അറിയാം. അതുകൊണ്ട് തന്നെ ശ്രുതി അവിടെ അതിബുദ്ധി കാണിക്കുന്നത് തൻ്റെ സ്വർണ്ണമാല പണയം വെച്ചതിന് ശേഷം ഈ ഒരു തുക ഭാമാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, വീട്ടിലാകെ പ്രശ്നമാണ് ഭാമാൻ്റെ, ഈ 2 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്ന് വീട്ടിലെ ചന്ദ്രാനിയോട് വിളിച്ച് പറയണം. അപ്പോൾ ഒരുവിധം ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കും. മാത്രമല്ല രേവതിനെ ഇതേ ചൊല്ലിക്കൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതെല്ലാം മാറണമെന്നും പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമയുകയാണ് ശ്രുതി. ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് തന്നെ ഭാമ പറയുന്നുണ്ട്, ശ്രുതി നിന്നെപ്പോലെ നല്ലൊരു മനസ്സുള്ള പെൺകുട്ടിയെ ചന്ദ്രയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തുള്ളൂ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം രേവതി പിറ്റേന്ന് പൂക്കൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ശ്രുതി 2 ലക്ഷം രൂപ തന്നുവെന്നും വീട്ടിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല രേവതി നിന്നെ ചന്ദ്ര വഴക്ക് പറയുന്നതിന് ശ്രുതിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഒന്നും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു 2 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് സച്ചിയോടും വർഷയോടൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ സച്ചി പറയുന്നത് ഇങ്ങനെയാണ്, എന്തോ ഒരു ഉദ്ദേശം അവൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഈ 2 ലക്ഷം രൂപ കൊടുത്തത്. അല്ല രേവതി, നിന്നെ ഒരിക്കലും അവളെ സഹായിക്കാൻ കൂട്ടു നിൽക്കുകയാണ്, നിനക്ക് എത്രത്തോളം നിന്നെ കണ്ണുനീർ കാണാൻ സാധിക്കുമോ അത്രത്തോളം ഉപദ്രവിക്കുന്ന ആളെ ശ്രുതി, ഇതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിച്ചിടക്കുന്നത്, എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും എന്ന് പറയാൻ കേട്ടോ. മാത്രമല്ല വർഷയും ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയായി തന്നെ ഇതിൻ്റെ പിന്നാലെയുള്ള രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നല്ലപിള്ളിയാവാൻ ശ്രമിച്ച ശ്രുതിക്ക് 8ൻ്റെ പണി തന്നെ വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.